ഹായ്! ഇപ്പോഴാണ് എവിടെ നോക്കിയാലും എന്തുവാ ഈ ആൾ ദൈവങ്ങളാണ് അധികം ഉള്ളത്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ആൾ ദൈവങ്ങളോട് എനിക്ക് ഒരു വിശ്വാസവുമില്ല. ഒരാളോട് കൂടി ഒരു വിശ്വാസവുമില്ല. പിന്നെ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമാധാനത്തിന് പോയി അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും ഒരു തൊട്ട് തലോടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു സമാധാനം. അത്രയൊക്കെ ഉള്ളു. ഒരു മനുഷ്യനാണ്. ആണാണെങ്കിൽ അച്ഛനെ പോലെയും പെണ്ണാണെങ്കിൽ അമ്മയെ പോലെയും കരുതി നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് മറുപടി തരുവാണെങ്കിൽ അത് ഓക്കെ. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും ഇത് മാത്രമേ കാണുന്നുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി അധ്വാനിക്കാതെ സുഖമായിട്ട് ജീവിക്കാൻ ഒരേ ഒരു പണി ആൾ ദൈവമാണെന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്നോട് ആരും വഴക്കിന് വരരുത്. എൻ്റെ മാനസിക അവസ്ഥയല്ല, മാനസിക സംഘർഷം. അതുമല്ല എൻ്റെ ഒരു ഇത് എൻ്റെ മൈൻഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിങ്ങനെ ഓരോന്ന് കാണുമ്പം ഇത് ഇങ്ങനെയാണോ എനിക്ക് എൻ്റെ ഒരു പരിമിതിയായിട്ടുള്ള ആ ഒരു അറിവിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ വേറെ ഒരു കാര്യമുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ വീടെന്ന് വെച്ചാൽ 2, 3 വീട് അകലെയാണ്. ഒരു 3, 4 വീട്. ഈ ചെക്കനെ വളരെ ചെറുപ്പം തൊട്ട് എനിക്കറിയാം. എൻ്റെ മോനും ഈ ചെക്കനും ഒരേ സ്കൂളിൽ പോയി. അവനേക്കാൾ ഇളയതാണ് എൻ്റെ കുട്ടി. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ മൂത്തവനാണ്. അപ്പം ഇവനാണെങ്കിൽ അവൻ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ടൈമിലാണ് എൻ്റെ കുട്ടി അവിടെ പോയി ചേരുന്നത് സ്കൂളിൽ. അപ്പം ഇവൻ വീട്ടിൽ വന്നു. അപ്പോൾ ഇത് കാര്യം പറയുന്നത് വെച്ചാൽ ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ വേറൊരു നാട്ടിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് വസ്തു വാങ്ങി താമസിക്കാൻ വന്ന ആൾക്കാരാണ്. ഉന്നത കുലജാതരാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവർ വരുമ്പം അവിടെ ഒരു അമ്മയുണ്ട്. ആ അമ്മൂമ്മ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വീട്ടിലൊക്കെ വരികയും അവിടെ നിറയെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് എനിക്ക് കൊണ്ടു തരികയും ഒക്കെ ചെയ്യും. അവരുടെ മകനും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. മരുമകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ചെക്കനെ അവർക്കുള്ളൂ. അങ്ങനെ കാലങ്ങൾ കടന്നു. ഒരുപാട് കാലങ്ങളായി ചെക്കൻ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം അവന് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വരും. അപ്പം ഞാൻ അവനോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ അമ്മയോട് ഈ അമ്മൂമ്മ എപ്പോഴും വന്ന് വീടിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഗേറ്റിൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഇവർ 4 പേരും ഭ്രാന്തന്മാരാണ്. കാരണം നമ്മൾ കുറച്ച് അകലെയായതുകൊണ്ട് 2, 5, 6 വീട് ഒരു 500 മീറ്റർ അകലെയായതുകൊണ്ട് അവരുടെ വീട്ടിലെ സൗണ്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ നമുക്കറിയത്തില്ല. അപ്പോൾ അവിടുത്തെ ആ വീടിനോട് ചേർന്ന് നിൽക്കുന്ന വീട്ടിലെ ഒരു ചേച്ചിയാണ് എനിക്ക് പാല് കൊണ്ടുവരുന്ന വീട്ടിൽ. അവരുടെ വീട്ടിലാണ് പശുക്കളൊക്കെ ഉള്ളത്. അപ്പോൾ അവർ വീട്ടിൽ പാല് കൊണ്ടുവന്ന് കൊടുക്കും വൈകുന്നേരത്ത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ അപ്പോൾ അവർ കേസായി പോയി. അവരുടെ വീട്ടിലെ വെള്ളം ഇവരുടെ വീടിൻ്റെ സൈഡിലോട്ട് പോകുമെന്നും പറഞ്ഞ് പ്രശ്നമായി. ഭയങ്കര പ്രശ്നമായി. അപ്പോഴാണ് പല സത്യങ്ങളും അറിയുന്നത്. ഇവർ മാനസിക രോഗികളാണ്. സോറി. മാനസിക രോഗികളാണ്. ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 12 മണിയാകുമ്പം ആഭിചാര പൂജകളാണ് ചെയ്യുന്നത്. ഭയങ്കര കൊടൂരമായിട്ടുള്ള പൂജകൾ ചെയ്യുന്നത്. അയൽവക്കക്കാരെല്ലാവരും തകർന്നു പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ്. അപ്പം അവർ വരുന്ന ടൈമിൽ നല്ല വീടൊക്കെ വെച്ച് നല്ല ചുറ്റിനും ചെടികളൊക്കെ വെച്ച് ഫ്രൂട്ട്സ് അത് ഇതെല്ലാം വെച്ച് നല്ലതായിട്ട് നല്ല സമ്പൽ സമൃദ്ധിയിലിരുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മയെ എപ്പോഴും അങ്ങ് അടിയാണ്. ഈ അമ്മൂമ്മയെ എടുത്തിട്ട് അങ്ങ് തൂക്കിയെടുത്ത് എറിയും. അങ്ങനെ അയൽവക്കക്കാരും അവരോട് മിണ്ടത്തില്ല. അതിനുശേഷം ഈ ഈ അമ്മ അടിയോടെ കൂടി എന്നിട്ട് എന്നെ കാണാൻ വരുമായിരുന്നു. എന്തിനാണ് എന്നെ കാണാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഞാൻ 100, 200 പണമൊക്കെ കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്നൊരു നിമിഷം ആ അമ്മ മരിച്ചുപോയി. എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ആ അമ്മയെ അങ്ങ് കൊന്നു. എല്ലാവർക്കും ആ സംഭവം അറിയാം. നല്ല വയസ്സായിട്ടുള്ള അമ്മയായത് കാരണം അമ്മൂമ്മയായത് കാരണം ആൾക്കാരങ്ങനെ അത്രയ്ക്ക് എന്തിനാണ് നമ്മളതിലേക്ക് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരവരുടെ കാര്യം നോക്കി അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ മരുമകൾ അതിസുന്ദരിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ചായപ്പൊടി വേണം എന്ന്. ഞാൻ അന്തം വിട്ട് പോയി. ഇത്രയും ദൂരെ എൻ്റെ അടുത്ത് വന്ന് ചായപ്പൊടി ചോദിക്കുന്നുണ്ടല്ലോ എന്ന്. അയാൾ ചായപ്പൊടിയും വാങ്ങിക്കൊണ്ട് പോയി. 3, 4 നാൾ കഴിയുമ്പോൾ അയാളും മരിച്ചുപോയി എന്നുള്ള ഒരിതാണ് കിട്ടിയത്. മരിച്ചു. അപ്പോൾ ഈ എന്തുവാണ് അവിടെ നടക്കുന്ന സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പറയാനൊക്കെ പേടി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ച കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇന്നും എൻ്റെ സത്യാവസ്ഥയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഈ നടന്ന കാര്യങ്ങൾ മാത്രം കാണുന്ന കാര്യങ്ങളാണ്, അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് ഈ ചെക്കൻ വരുമ്പോൾ നീ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ജോലി ചെയ്യുന്നതൊക്കെ ഞാൻ അവനോട് ചോദിക്കാറുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പം ഒരു ദിവസം വീട്ടിൽ പാല് കൊണ്ടുവന്നില്ല അവർ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ പാല് വാങ്ങുമ്പോൾ അവിടെ ഒത്തിരി വണ്ടി, ഇവരുടെ വീടിൻ്റെ മുന്നിൽ ഒത്തിരി വണ്ടി.
വണ്ടി കിടക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ ഒത്തിരി വണ്ടി കിടക്കുന്നു, എന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ചേച്ചി വൈകുന്നേരത്തുനിന്ന് ചേച്ചി വിളിച്ചു, അവിടെ ഭയങ്കര ആളായിരുന്നല്ലോ, എന്തുവായിരുന്നു അവിടെ ഇപ്പോൾ പൂജയാണ് നടക്കുന്നത്, വളരെ ദൂരെ കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാർ പോയത്. നിന്റെ നാട്ടിൽ നിന്നെല്ലാം ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്ന്. ഞാൻ അന്തം വിട്ടുപോയി, നമ്മുടെ കേരളക്കാർ ഇത്രയ്ക്ക് മോശം. വരുന്നുണ്ട് ഭയങ്കര പൂജ, ആ ചെക്കനാണ് പൂജ ചെയ്യുന്നത് എല്ലായിടത്തും. ഈ എന്തോ പറയുന്നത്, എല്ലായിടത്തും എഴുതി വെച്ചു, ബോർഡ് വെച്ചു, ഇവിടെ പൂജാരിയുണ്ട്, ജ്യോതിഷാലയമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതും വെച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ഈ അമ്മയെ നേരിട്ട് കണ്ട്, ഈ ചെക്കൻ്റെ അമ്മയെ കണ്ടപ്പോൾ ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മുടിയൊക്കെ മുട്ടയടിച്ചു, അവർ വേറെ ഒരു രൂപത്തിലേക്ക് അങ്ങ് മാറിപ്പോയി. ഈ ചെക്കൻ രാവിലെയും വൈകുന്നേരത്തും എപ്പോഴും പൂജ, അവിടെ മണിയടിയും ഈ പൂജ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ടുകളും അതിൻ്റേതായ രീതിയിലുള്ള ഈ ഒരു എന്തോ പറയുന്നത് സ്മെല്ലുകളും ഒക്കെയാണ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. അടുത്തുള്ള ആൾക്കാരെല്ലാം എന്താ നടക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഞാനും നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് അടുത്ത് നടക്കുന്നത് കാരണമാണ് പറയുന്നത്. കാരണം മാനസികം അവർ തകർന്നു പോയി. കാരണം നാട്ടുകാർ മുഴുവനും ഒറ്റപ്പെടുത്തി. അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ എന്തോ വസ്തുക്കളൊക്കെ വിറ്റിട്ടാണ് അവരിവിടെ വന്ന് താമസിക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്നും എല്ലാവരും അവരെ ഒഴിവാക്കി കളഞ്ഞു. അപ്പം നമ്മൾ ഒരു മാനസിക ഒരു അസുഖമാണോ എന്ന് ആണ് എൻ്റെ ഒരു സംശയം. അല്ലേ നല്ല ചെക്കനായിരുന്നു, നല്ല പഠിച്ചിട്ടിരുന്ന ചെക്കൻ പെട്ടെന്നൊരു നിമിഷം ഇങ്ങനെ എന്തോ പറയുന്ന മനസ്സിലുള്ളത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാനും അതെങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഈ മാനസിക എന്തോ പറയുന്നത് ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സൈക്കോളജിയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം ഓക്കെ എന്ന് പറയാം. അല്ലാതെ ചുമ്മാ ഒന്നും പഠിക്കാത്ത ഒരു ചെക്കൻ പെട്ടെന്നൊരു നിമിഷം ഞാനാണ് ഇത് അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ അത് വിശ്വസിച്ച് അവരുടെ മുന്നിൽ പൂജയ്ക്ക് വേണ്ടി പോയിരിക്കുന്ന സാധാരണ ആൾക്കാരെ ആലോചിച്ച് നോക്കിയേ. അപ്പം എന്താ പറയുന്നേ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, അധ്വാനിക്കുക, കള്ളം പറയാതിരിക്കുക, ചതിക്കാതിരിക്കുക, നല്ല ലൈഫ് കിട്ടും. ആർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക. കൂടെ ഉള്ള നമ്മുടെ രക്തബന്ധങ്ങളെ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. വേറെ ആരെയും സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹിച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായി ചെയ്ത് മുന്നോട്ട് പോയാലേ നമ്മുടെ ജീവിതം നല്ലതല്ലേ. പ്രകൃതിയെ സ്നേഹിച്ച് നോക്കിയേ, ഒന്നിനെയും സ്നേഹിക്കണ്ട, ആരെയും സ്നേഹിക്കണ്ട, പ്രകൃതിയെ മാത്രം സ്നേഹിച്ച് നോക്കിയേ. വെള്ള ചെടിയും ഒക്കെ നട്ട് ഈ മനുഷ്യരെ സ്നേഹിക്കുന്നതുകൊണ്ട് മൃഗങ്ങളെ സ്നേഹിക്കുക. കുറച്ച് പൂച്ചകളും പട്ടികളും ആടുകളും കോഴികളും കൊണ്ട് എന്ത് മനോഹരമാണ് ജീവിതം. ആലോചിച്ച് നോക്കിയേ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ സ്ഥല പരിമിതികൾ കാരണം പശുവിനെ ഒന്നും വളർത്താൻ പറ്റത്തില്ല. എനിക്ക് പശുക്കളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു, ഒരാടുണ്ടോ, ആ ആടാണ് എന്നെ കാണുമ്പോൾ ഇങ്ങനത്തെ സൗണ്ടായിരുന്നു. ഞാൻ ഇന്നും എൻ്റെ ഹസ്ബൻഡിനോട് പറയും, എൻ്റെ ആട് എന്നോട് ഈ സൗണ്ടാണ്, എന്തോ ഒരു കാര്യം പറഞ്ഞ് അന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് ഞാനത് ആലോചിച്ചിട്ടിരിക്കും, ഈ ആട് എന്ത് കാര്യമായിരിക്കും എന്നോട് പറഞ്ഞത്. അതേപോലെ സന്ധത, കാരുണ്യം, സ്നേഹം ഇതെല്ലാം ഊട്ടി ഉറപ്പിച്ച് വെച്ചാലേ നമ്മുടെ ജീവിതം വളരെ നല്ലതായിട്ട് മുന്നോട്ട് പോകും. കൂടുപാത്രമോ അല്ലെങ്കിൽ ആൾദൈവങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നും വേണ്ട. ഈ നമ്മളെ ഒരു കൂടുപാത്രം അല്ലേ ആണ്, അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴേ അവിടെ നമ്മുടെ ജീവിതം ഫെയിലായി എന്നാണ് അർത്ഥം. നല്ല അധ്വാനിക്കണം, പറ്റുമെങ്കിൽ രാവും പകലും അധ്വാനിക്കുക, നല്ല ജീവിക്കാൻ പറ്റും. നമ്മൾ ജീവിച്ച ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊരു സംതൃപ്തിയായിരിക്കും എന്നറിയോ. ആരും നമുക്ക് നേരിൽ വരത്തില്ല. നമ്മളെ ചൂണ്ടി ഒരാളൊരു കാര്യം പറഞ്ഞാലും ശരി, നമ്മളെ ഉയർത്തിയാ പറയുന്നത്. നീ എന്നെ ആരെങ്കിലും നോക്കി, എൻ്റെ വീടിൻ്റെ അടുത്തെങ്കിലും നോക്കി, നീ ഇവിടൊക്കെ എന്തോന്ന് എനിക്കറിയത്തില്ല, നമ്മളെ ഉയർത്തിയായിരിക്കും പറഞ്ഞത് എന്നായിരിക്കും എൻ്റെ ഒരു തോന്നൽ വരത്തുള്ളൂ. അല്ലാതെ എന്നെക്കുറിച്ച് മോശം പറഞ്ഞോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരത്തില്ല. കാരണം നമ്മളൊരു മോശവും ചെയ്യുന്നില്ലല്ലോ എന്നൊരു തോന്നൽ. ആ തോന്നൽ വേണമെങ്കിൽ നമ്മൾ കറക്റ്റാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. കൂടോത്രത്തിന് പിന്നാലെ പോവാതെ ദൈവത്തിന് വിശ്വാസം ഉണ്ടായാലേ നമുക്കെല്ലാം കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അപ്പം ആ വിശ്വാസം നല്ലതിന് വേണ്ടി നമുക്ക് സംസാരിക്കാൻ ഒരാളെന്ന രീതിയിൽ ദൈവത്തെ കണ്ടു നോക്ക്, നല്ലതായിരിക്കും. ഇപ്പം ഇന്ന് 2 ദിവസം കൊണ്ട് ഞാൻ ഇതൊക്കെയാണ് അധികം കാണുന്നത്. കാരണമാണ് ഞാനിത് ഇരുന്ന് കാണും. ഈ ന്യൂസിലോ അതിലും ഇതിലോ ഒക്കെ ഉള്ളതൊക്കെ ഇരുന്ന് കാണുന്നത് കാരണമേ
ഇത് ഇങ്ങനെ കണ്ട് കണ്ട് എനിക്ക് തന്നെ എന്തോ ഇങ്ങനെയൊക്കെ അങ്ങ് ആയോ? ലോകം ഇത്രയ്ക്കും മോശമായിട്ട രീതിയിലേക്ക് മാറി. കാരണം കാറ്റ്, വെയില്, പിന്നെന്തുവാ മഴ, ഇതൊക്കെ ഉണ്ട്. ഇതിലെല്ലാം വിശ്വസിക്കണം. ഇതൊക്കെ ഉണ്ട്. ഇത് ഏത് രീതിയിലാണ് നമ്മുടെ ഇടയിലേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതിനെയെല്ലാം വിശ്വസിച്ച് മുന്നോട്ട് പോകാതെ കാണാത്തതോ, അല്ലെങ്കിൽ അറിയാത്തതോ, അനുഭവിക്കാത്തതോ കാര്യത്തിനെക്കുറിച്ച് മറ്റുള്ളവര് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോയി അല്ല ആൾദൈവങ്ങള് വന്നിരുന്ന് പറയുന്നു. പണ്ടാണെങ്കി 5, 6 കല്യാണം കഴിച്ച ഒരു പെൺപിള്ള ഉണ്ടായിരുന്നു. അവര് ഫസ്റ്റ് ഹസ്ബൻഡിനെ കളഞ്ഞു. രണ്ടാമതൊരു ഹസ്ബൻഡിനെ കൊന്നു. ഇനി മൂന്നാമത്തെ ഹസ്ബൻഡിനെ പിടിച്ചു. അവരുടെ കാലില് വീണ് "അമ്മേ പൂർണേശ്വരി, പൂർണേശ്വരിയൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. പൂർണേശ്വരി, പൂർണ്ണാനന്ദമയി" എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വീണ് കരയുക. ഈ പെൺപിള്ള കൂളായിട്ടിരിക്കുന്നു. ചിലപ്പോ അത് എന്റെ ഏജൊക്കെ ആയിരിക്കും അതിനുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അത്രയ്ക്കും ആൾക്കാര് അവര് ചിന്തിച്ച് നോക്കത്തില്ല. ഇവര് ഇതെന്ത് പറയുന്നേ, ഇവരെങ്ങനെ ഒരു ദൈവമായി മാറി? നല്ല ഒരു അമ്മയാവുന്ന യോഗ്യതയില്ല. നല്ല ഭാര്യയാവുന്ന യോഗ്യതയില്ല. ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്ന യോഗ്യതയില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു ദൈവമായി എങ്ങനെ മാറാൻ പറ്റുന്നു? ഉം. അതാലോചിക്കണമല്ലോ. ഞാനിത് പറയുമ്പം വേറെ ചിലതൊക്കെ നിങ്ങളുടെ മൈൻഡില് വരും. അതൊക്കെ എഴുതി, എഴുതി, എഴുതി വെച്ച കാര്യങ്ങളാണ്. അതിനെ നമ്മള് പരിപോഷിച്ച് ഇങ്ങനെ, ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. അത് നമ്മുടെ കയ്യിലാണ് തെറ്റ്. അത് നല്ല പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം എന്നെ കണ്ടവരെ. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ. താങ്ക് യു.